ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ കുഞ്ഞി? ഇന്ന് റിയോനെ അച്ഛൻ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. യെസ്, നമ്മൾ സച്ചിൻ്റെ പോവാട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് 50 ദിവസം കറക്റ്റായിട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ പേര് ചോദിച്ചു എന്താ നേരത്തെ പോകുന്നതെന്നൊക്കെ. നേരത്തെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വെറുതെ അല്ലേ. കുഞ്ഞലക്ഷ്മിയൊക്കെ ഭയങ്കര സാഡാണ്. അമ്മ ഭയങ്കര സാഡാണ്. അമ്മ ഇന്നലെ മുതലേ അമ്മയ്ക്ക് ഇന്നലെ ഉറങ്ങാനൊന്നും പറ്റിയില്ല. എന്താണെന്നറിയില്ല. അമ്മ അറിയാം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലടി എൻ്റെ കൊച്ച് അങ്ങനെയൊക്കെ. അങ്ങനെ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ അറിയാം അല്ലേ. ഫ്യൂച്ചറിൽ റിയോക്ക് കാണാം. അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. നമ്മിനെ റെഡിയാക്കാൻ പോവാണ്. യെസ്, റെഡിയാക്കി എനിക്കൊന്ന് ഇച്ചിരി പാലൊക്കെ കൊടുത്ത് എനിക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ പോവാണ്. അപ്പം അതിന് മുമ്പ് നമുക്കിവിടെ ഒരു കേക്ക് കട്ട് ചെയ്യാം. ക്രിസ്മസ് ഒക്കെ അല്ല ഇന്ന്. അപ്പോൾ രാവിലെ തന്നെ ഇതാ ശ്രീകുട്ടിയും വെല്ലിമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടി കൊച്ചിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് ചെറിയ പനിയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി കുഞ്ഞിന് എന്തെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ച് ഇന്നാണ് അവൾ വരുന്നത്. അപ്പം ഞങ്ങൾ പോവുകയാണല്ലോ. അപ്പോൾ രാവിലെ തന്നെ അവൾ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവൾ സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണ പറഞ്ഞേ, കൃഷ്ണ ചിരിച്ചൊന്ന് ചിരിച്ചേ. ചിരിച്ചേടെ പൊന്നേ. ശരിക്കും ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ക്രിസ്മസിൻ്റെ അന്നാണ് കേട്ടോ. 25-ാം തീയതിയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്, ഡിസംബർ 25. അപ്പോൾ ഒരു ക്രിസ്മസ് വൈബ് ആയിക്കോട്ടെ എന്ന് വെച്ച് നമ്മൾ ക്രിസ്മസിൻ്റെ ഡ്രസ്സൊക്കെയാണ്, റെഡും വൈറ്റും ഡ്രസ്സൊക്കെയാണ് ഇടിച്ചത് കേട്ടോ. ഇത് ബിജു ചേട്ടൻ്റെയും ജിൻ ചേച്ചിയുടെയൊക്കെ ഗിഫ്റ്റ് ആയിരുന്നേ. അപ്പോൾ ഇതിന് ഭയങ്കര കറക്റ്റായിരുന്നു. കാണുമ്പോൾ ഇച്ചിരി വലുതാണെങ്കിലും ഇട്ടപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ. ഇങ്ങനെ പിടിച്ചാൽ മതി. ഫോട്ടോ എടുക്കാൻ നിന്റെ കൂടെ ഗൈസ്, അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ക്രിസ്മസ് വൈബ് ഉദ്ദേശിച്ചാണ് ഈ ഡ്രസ്സ് ഇട്ടേക്കണേ. വലിയ വൈബൊന്നും ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ചക്കരയുടെ സെലക്ഷനാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അമ്മയുടെ ഒരു പച്ചയും റെഡും ടീമാണ് ഉദ്ദേശിച്ചത്. അപ്പം നമുക്കിനി എല്ലാവർക്കും ഒരു ഫോട്ടോയൊക്കെ എടുത്ത് വാവേനെ നമുക്ക് ഒഫീഷ്യലി അച്ഛമ്മയുടെ കയ്യിൽ കൊടുക്കാം അല്ലേ അമ്മ? അമ്മയ്ക്ക് ഇങ്ങോട്ട് തന്നെ ചോദിക്കട്ടെ, വിഷമമുണ്ടോ? പിന്നെ എന്റെ കൊച്ചിനെ കൊണ്ടുപോകുന്ന വിഷമില്ല. സാരില്ല സാരില്ല. ഫോട്ടോ നമുക്ക് സിംഗിൾ ഫോട്ടോസ്. അതായത് നമ്മള് ക്രിസ്മസ് അപ്പനാക്കിയിട്ടുണ്ട്. ഈ തൊപ്പി ചക്കര ഇന്നലെ ഗിഫ്റ്റ് ചെയ്തതാട്ടാ. നമ്മൾ ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളുടെ ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മളൊരു ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരെയും വിളിച്ച് ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യാം. ഒരു ഉമ്മ കൊടുത്തേ, ഒരു ഉമ്മ കൊടുത്തേ. കില്ലാടിക്ക് കില്ലാടിയ വീരനാന്നോ? ആ അപ്പൊ ബൈ. കൈയൊന്നും എടുത്തിക്കോന്ന്. അവിടെ ചോദിച്ചു. സെൽഫി ബൈ ഗൈസ്. ബൈ ബൈ ഫ്രം അഷ്ടമിശ്ര. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾ പോവാണ്. ടാറ്റാ. കമോൺ. ഞാൻ പോവാണ്. അപ്പതേ ടീച്ചറമ്മ, ചേച്ചി, കണ്ണൻകുട്ടൻ്റെ അമ്മൂമ്മയൊക്കെ ഉണ്ട്. കണ്ണന് വിഷമാട്ടോ പാവം.
ധ്യാനുവിനെ മിസ് ചെയ്യണം. അപ്പൊ നിനക്ക് റിയോ ബേബിനെ മിസ് ചെയ്യുന്ന ടാറ്റ കൊടുത്തതിന്റെ വ്ളോഗിലൊരു ഹൈ പറയാം. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ പോവാട്ടോ. അപ്പോൾ ടീച്ചർ അമ്മയുടെ അമ്മൂമ്മയ്ക്ക് വാവേനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല വെയിലായതുകൊണ്ട് നമ്മൾ കാറിലിരുന്ന് അമ്മൂമ്മ ഒന്ന് വാവേനെ കണ്ടുട്ടാ. ബൈ ബൈ. ആ ചിലപ്പോ അറിയില്ല. ടാറ്റാ ടാറ്റാ. ഓക്കെ ടീച്ചർ അമ്മ ബൈ ബൈ. കണ്ണൻകുട്ടാ ഓക്കെ ടാറ്റാ ടേച്ചി. ഒരുപാട് ലഗേജൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അമ്മോട് മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാറിൽ സ്ഥലം ഉണ്ടാവില്ല, പിന്നെ അമ്മയും കുഞ്ഞുണ്ട്, പിന്നെ കുറേ സാധനങ്ങളുണ്ട്, വെക്കാനൊന്നും സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അമ്മ മാത്രമാണ് വന്നത്. എനിക്ക് പകുതിയൊക്കെ എത്തിയപ്പോൾ കുറേ നാളായി കാറിൽ യാത്ര ചെയ്തിട്ടേ, അതുകൊണ്ട് നല്ല തലവേദനയുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അവിടെ ഇതാ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. പൂജാമുറിയുടെ വിളക്കൊക്കെ കൊളുത്തി അബിക്കുട്ടി. പിന്നെ ഇതെന്തോ അരിയും മാവും നമ്മുടെ ആരതിയൊക്കെ ഒഴിയാൻ വേണ്ടി. പിന്നെ കുറേ ബലൂൺസൊക്കെ സച്ചി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ട്. ബലൂൺസൊക്കെ വൈറ്റും റെഡൊക്കെ സച്ചി ക്രിസ്മസ് വൈബിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാരണം കഷ്ടപ്പെട്ട് അവർ ചെയ്തതാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഉച്ചയായപ്പോൾ ഒരു 12:30 മണി സമയം 12:30 ആയപ്പോൾ എത്തി കറക്റ്റ്. എന്താണ് മോനൂസേ വിശേഷം? എല്ലാരും ഒരുമിച്ച് കയറിയാ മതി. അവിടെ നിക്ക്. ഇത് മല്ലിച്ചിട്ട് ഗുരുതി ഉണ്ടാക്കുന്ന കേട്ടോ. മറ്റേ മഞ്ഞപ്പൊടി കലക്കിയിൽ ചുണ്ണാമ്പ് ചേർക്കുമ്പോൾ റെഡ് കളറാവും, ഗുരുതിയാവും. അപ്പം ഇത് ആരതി ഒഴിയുന്നത് നമ്മളെ വീടിൻ്റെ അകത്തോട്ട് കയറ്റുന്നതാണ് കേട്ടോ. അബിക്കുട്ടി എന്തിനാണെന്നറിയില്ല വിളക്കൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ശരിക്കും വിളക്കിൻ്റെ ആവശ്യം എന്തായിരുന്നെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ലൊരു കാര്യത്തിനല്ല. അങ്ങനെ ഞങ്ങൾ ഒഫീഷ്യലി റിയോ ബേബി സച്ചി അച്ഛൻ്റെ വീട്ടിലോട്ട് കയറുവാണ് കേട്ടോ. അപ്പോൾ റിയ നല്ല ഉറക്കമാണ്. ആൾക്ക് ടൂറൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കാറിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കരച്ചിലേ ഉണ്ടാവില്ല. നേരെ മറിച്ച് വീട്ടിലാണെങ്കിൽ ഒരു 25 പ്രാവശ്യമെങ്കിലും ആൾ കരഞ്ഞേനെ കേട്ടോ. ഇവൻ 3 ആഴ്ചയായിട്ട് കൊച്ചിനെ കാണാൻ വന്നിട്ടില്ല. പിന്നെ എന്താ നീ വരാഞ്ഞേ? കാല് പാടില്ലായിരുന്നു. ഫയർ ഡാൻസ്. ഞങ്ങൾ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അച്ഛൻ്റെ വീട്ടിലോട്ടൊക്കെ പോകുമ്പോൾ കുഞ്ഞാവയുടെ കാലിങ്ങനെ അരിയിലാണ് കേട്ടോ അമ്മ മുക്കിയത്. ശരിക്കും അരിയിലായിരുന്നില്ല, മാവിലായിരുന്നു മുക്കേണ്ടത്. മാവ് ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മുക്കി നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറുന്ന പോലെ ഉണ്ണിക്കണ്ണൻ്റെ കാലുകൾ ഇങ്ങനെ പോണ പോലെ വയ്ക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ ആളുടെ കാലിൽ മാവ് പിടിക്കാനുണ്ടായിരുന്നില്ല. എന്തായാലും ചെറുതായിട്ടൊന്നിങ്ങനെ 2 കാലും ഒന്ന് ജസ്റ്റ് കുത്തി. അപ്പോഴേക്കും ആൾ കരയാൻ തുടങ്ങിയിട്ടാ. പിന്നെ വേണ്ടാന്ന് വെച്ചാൽ അങ്ങനെ നേരെ നമ്മളകത്ത് കയറി. എനിക്കെന്തോ കുറേ നാൾക്ക് ശേഷം ഒരു വീട്ടിൽ വന്ന ഫീലായിരുന്നു കേട്ടോ. ആകെ ഒരു 50 ഡേയ്സ്, അധികം വലിയ ഡേയ്സ് അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ കുറേ നാൾ കഴിഞ്ഞ് വരുന്ന പോലെ ആയിരുന്നേ. പിന്നെ ഒരു വാവേനൊക്കെ എടുത്ത് എല്ലാവരും ഇങ്ങനെ നിലത്തൊന്നും വെക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവരിങ്ങനെ കളിക്കും. റിയോ അച്ഛൻ്റെ കൊച്ചു വീട്ടിലെത്തി.
ഈ പൊളി എന്താ ഈ പൊളിയുടെ പൊളി. ഇതിനെ ആരാക്കാനാ മനോജിന് എന്താ ആഗ്രഹം? പിന്നെ എനിക്ക് റൊണാൾഡോ ആകണം. റൊണാൾഡോ നല്ല കുട്ടിയാ എന്താ പിന്നെ ഇതൊന്ന് തുറന്നു തന്നെ എനിക്ക് കുഞ്ഞാൻ പറ്റില്ല. ഇതൊന്നും ഇങ്ങനെ പൊന്നുന്റെ പുതിയ വീഡിയോ ഉണ്ടോ നീ? പൊന്നു മാസ് തന്നെ കുഞ്ഞത് ഇതിനകത്ത് സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോണി. ഓക്കെ താങ്ക് യു. മതി അതിന്റെ വയ ആകെ LDF പറ്റിച്ച് മുട്ട ബിസിനസ് തുടങ്ങാന്ന് വിചാരിച്ചിട്ട് പക്ഷെ അടുത്ത കോഴിയൊക്കെ വരും നമ്മുടെ അടുത്തിട്ട്. ഞാൻ പോകുമ്പോൾ അമ്മ കുടുംബശ്രീന്ന് 25 കോഴീനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് ചെറിയ കോഴിയാകുമ്പോൾ എന്ത് കോഴിയാണെന്ന് അറിയില്ലല്ലോ. വളർന്നു വന്നപ്പോൾ പകുതി മുക്കാൽ ഭാഗവും പൂവൻ കോഴികളാണ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ മുട്ട ബിസിനസ്സൊക്കെ തുടങ്ങാം അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു. എല്ലാം പോയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കോഴികളെയൊക്കെ കൊടുക്കാം, വിൽക്കാലോ. പിന്നെ ഇവിടുത്തെ മെയിൻ ചെടികളാട്ടോ. കുറേ ചെടികളൊക്കെ അമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. താമര, ആമ്പലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ഈ ആമ്പൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല നീല കളർ, നീലത്താമര സിനിമയിലൊക്കെ വിരിയുന്ന ആമ്പലില്ലേ, അത് ഇതാണ്. പിന്നെ റോസ് ഉണ്ട്, വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട് കേട്ടോ കുറേ. എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടി ഞാൻ കാണിച്ചു തരാം. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അതിന്റെ റെഡ് ഉണ്ട്. നോക്കിയേ അവിടെ കാണിച്ചു കൊടുത്തേ. ഇത് കാണിക്കേ റെഡ്. ഗപ്പി ഉണ്ട് അതിനകത്ത്. പിന്നെ കൊള്ള കണ്ട് കൊറേ പ്രസവിച്ചു. ഇത് എവിടെന്ന ഗപ്പിനെ കൊണ്ടിട്ട പുതിയത്? നമ്മുടെ പഴയതോ? കൊള്ളാം. ഞാൻ പോയപ്പോ വീടൊക്കെ പുതിയ ചട്ടിയാണ്. ബാക്കിയുള്ള ചട്ടികൾ പുറകെ അപ്പം ഇതൊക്കെയായിരുന്നു റിയോ ബേബി അച്ഛൻ്റെ വീട്ടിലോട്ട് വന്ന വിശേഷങ്ങളൊക്കെ കേട്ടോ. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും പിന്നെ ഫുഡൊക്കെ കഴിച്ചു. റിയോ ബേബി വന്ന സന്തോഷത്തിൽ എല്ലാവർക്കും സ്വീറ്റ്സ് ഒക്കെ കൊടുത്തു. നമ്മൾ ലഡു അങ്ങനെയൊക്കെ. ഞാനപ്പോൾ വൈകക്കുട്ടിയുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കും കേട്ടോ, കുറേ നാളായല്ലോ കണ്ടിട്ട്. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇതായിരുന്നു റിയോ ബേബി വന്ന ദിവസം. അങ്ങനെ 2 ദിവസം അമ്മയും കുഞ്ഞുലക്ഷ്മി ഇവിടെ നിന്നു കേട്ടോ. അങ്ങനെ 2ാമത്തെ ദിവസം അവർ പോവുകയാണ് അഷ്ടഞ്ചിറയ്ക്ക്. അമ്മയ്ക്കാണെങ്കിൽ ആകെ വിഷമൊക്കെ ആയിട്ട് വയ്യ. എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസം അവിടെ ആയിരുന്നല്ലോ ആർക്കായാലും. അപ്പം അങ്ങനെ വിങ്ങിപ്പെട്ട. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ആൾ കരയണമില്ല, കരച്ചിലൊക്കെ ഇങ്ങനെ ഒതുക്കി പിടിച്ച് നിൽക്കുവാണ്ട് മാറിയൊക്കെ നിന്നാണ് കരയുന്നത്. ബൈ ബൈ. സച്ച് പോവാണോ അവരുടെ കൂടെ? കുഞ്ഞേശ്വരി ബൈ ബൈ. ടാറ്റാ. ഡോണ്ട് ക്രൈ മൈ ഡിയർ. ഞങ്ങൾ അടുത്ത ദിവസം തന്നെ വരും. നാളെ വീണ്ടും സ്പോട്ടായി. യെസ്. കുഞ്ഞിക്ക് വലിയ വിഷമമില്ല കേട്ടോ. കാരണം നെക്സ്റ്റ് ഡേ എനിക്കൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്. അപ്പം ഞാനും കൊച്ചും സച്ചിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് കാണുന്നുള്ളത് കൊണ്ട് കുഞ്ഞ് വലിയ വിഷമമൊന്നും എക്സ്പ്രസ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ ഇവർ മെട്രോയിലാണ് പോകുന്നത്. യൂബർ ഓട്ടോ വിളിച്ച് ഓട്ടോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കൊച്ചിനെ അമ്മ കൊടുത്തു. അങ്ങനെ അവർ പോവാണ്. അപ്പം ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ബൈ ബൈ. നാളെ കാണാം കുഞ്ഞി.